ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് കാണുന്നത് ഡബിൾ ബിസൈഡ് യു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡിൽ കാണാനാണ് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടി ആൾക്കാരിലോട്ട് എത്തും. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് ഹീറോയോട് അനിയനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുമെങ്കിലും അവനൊന്നും തന്നെ പറയാതെ അവിടെ നിന്ന് പോവുകയായിരിക്കും. ആ സമയമാണ് അവിടേക്ക് നമ്മുടെ ലീഷാങ് വരുന്നത്. ലീഷാങ്ങിൻ്റെ അടുത്ത് ഹീറോയിൻ ചോദിക്കുമ്പോൾ ലീഷാങ്ങിന് അറിയാമെന്നുള്ള കാര്യങ്ങൾ മാത്രം പറയാണ്. അതായത് അനിയനും ചേട്ടനും ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അനിയൻ എന്ത് പ്രശ്നം വന്നാലും ആരെന്ത് പറഞ്ഞാലും ചേട്ടനാണെങ്കിൽ അവന് വേണ്ടിയിട്ട് പോയി അടിയുണ്ടാക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നതെന്ന്. വീട്ടിൽ വന്ന ശേഷവും ഹീറോയോട് ചോദിക്കുമെങ്കിലും അവനൊന്നും തന്നെ പറയാൻ കൂട്ടാക്കുന്നുണ്ടാവില്ല. അവനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ ആ ഒരു സാറിൻ്റെ അടുത്തായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. സാറാണ് അവന് വേണ്ട ഹെൽപ്പെല്ലാം ചെയ്ത് അവനെ നോക്കുന്നത്. അപ്പോൾ ആ സാറ് പറയുന്നുണ്ട്, നിൻ്റെ റിവഞ്ചൊക്കെ ഇവിടെ മതിയാക്കും, അവൻ കാരണം നീയാണ് ഒരുപാട് വേദനിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ അവനാണെങ്കിലും ഇല്ല, പറ്റത്തില്ല, എനിക്കിതിനെ പ്രതികാരം വീട്ടിയേ പറ്റുമെന്നാണ് പറയുന്നത്. ഹീറോയിനാണെങ്കിൽ അമ്മയുടെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഡൈവേഴ്സായി 2 മക്കളുണ്ട്, ഒരാൾ അമ്മയുടെ കൂടെ പോയെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും, എങ്കിൽ പിന്നെ അപ്പോൾ അച്ഛനോട് എന്താ ചോദിക്കാത്തത്, ബാക്കി കാര്യങ്ങളും കൂടെ ചോദിക്കാത്തത് എന്തേന്ന്. അപ്പോൾ അമ്മ പറയും, ഓരോരുത്തരോടും നമ്മളെ നിർബന്ധിച്ചിട്ടൊരു കാര്യം ചോദിക്കുന്നത് ശരിയല്ല, അവർക്ക് പറയണമെന്നുണ്ടെങ്കിൽ പറയണതാണ് ശരിയെന്ന്. അത് അവർക്ക് ശരിയായിട്ട് തോന്നും. അടുത്ത ദിവസം ക്ലാസ്സിന് വന്നിട്ട് ഹീറോ ഭയങ്കര ദേഷ്യത്തിലിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആരും ഒന്നും തന്നെ ചോദിക്കത്തില്ല. എല്ലാവരും ഇങ്ങനെ ഒളിഞ്ഞും മെളിഞ്ഞുമൊക്കെ അവൻ എന്താ ചെയ്യുന്നത്, അവൻ്റെ ദേഷ്യം കുറവുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. അവനാണെങ്കിൽ അത് സഹിക്കാൻ പറ്റത്തില്ല. അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുന്നുണ്ട്. ആ പുറത്തു പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പ്രൊഫസറിനെ കാണും. അവനെ കണ്ടതും, നീയാണ് അവനെ ഈ കോളേജിൽ വരാനുള്ള കാരണക്കാരനാക്കിയത് എന്നെനിക്കറിയാം, നീ ഇല്ലാണ്ടെങ്കിൽ അവനാണെങ്കിൽ ഇതോട്ട് വരത്തില്ല എന്നൊക്കെ ഹീറോ പറയും. അപ്പോൾ നമ്മുടെ പ്രൊഫസർ പറയുന്നുണ്ട്, അവൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നിനക്ക് അറിയാമോ, നിൻ്റെ അനിയനല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഹീറോ പറയും, എനിക്ക് അങ്ങനൊരു അനിയനില്ല എന്ന് പറയും. എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ പ്രൊഫസറിൻ്റെ അടുത്ത് ഒരുമാതിരിയൊക്കെ ഹീറോ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലെവലെത്തുമ്പോൾ അവൻ ദേഷ്യത്തിൽ അവനെ ഇടിക്കുന്ന പോലെ ചെവരിലോട്ട് ഇടിക്കുന്നുണ്ട്. ഹീറോ പോയതിനു ശേഷമാണ് കാണിക്കുന്നത് അവൻ ഇടിച്ച സ്ഥലത്ത് ബ്ലഡ് ആയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ ഹീറോയുടെ കയ്യിലെ രക്തം കണ്ട യാങ് പിൻ ആണെങ്കിൽ അത് പോയി ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ യാങ് പിന് അതിനെ പറ്റിയൊന്നും പറഞ്ഞു കൊടുക്കാനില്ല. അവൻ്റെ കയ്യിൽ ഞാൻ ബ്ലഡ് കണ്ടു എന്ന് മാത്രമാണ് യാങ് പിൻ പറയുന്നത്. അവളാണെങ്കിലും ഹീറോയെ നോക്കി ഓടിപ്പോകുന്നുണ്ട്. അവൾ പോകുമ്പം അവളൊരു ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണും. എന്താ പറ്റിയെന്ന് അവൾ ചോദിക്കും. അപ്പോൾ അവൊന്നും മിണ്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഓടിപ്പോയി അവനെ ഹഗ് ചെയ്തിട്ട് പറയും, നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ നിന്നെ തന്നെ ഇങ്ങനെ ദ്രോഹിക്കരുത്, ഞാൻ ഇനി നിന്നോടൊന്നും ചോദിക്കത്തില്ല എന്ന് അവൾ പറയും. അപ്പോൾ ഹീറോ ചോദിക്കും, അപ്പോൾ ഒന്നും ചോദിക്കത്തില്ലേ. അവളില്ല എന്ന് പറയും. എങ്കിൽ പിന്നെ ഈ മുറിവിൽ നിൻ്റെ സ്കാർഫ് കെട്ടിത്തരാൻ പറയും. അന്ന് അവളുടെ അടുത്ത് ആ ഒരു സ്കാർഫ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിലും അവൻ്റെ കയ്യിൽ അത് കെട്ടിക്കൊടുക്കും. എന്നിട്ടാണെങ്കിൽ അവൻ അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ അവനാണെങ്കിൽ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കും. അവനെ കാണുന്ന ഹീറോയും അത് ശ്രദ്ധിച്ചിട്ട് അവനെ പിടിക്കാൻ വേണ്ടി ഓടും. അവനാണെങ്കിലും ഓടുന്നുണ്ട്. അങ്ങനെ ഓടി അവരൊരു സ്ഥലത്തെത്തും. അവിടെ പോയി നോക്കുമ്പോൾ CD-യിൽ നമ്മളുടെ ഹീറോയിനും കൂടെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തില്ലേ, അതിനെയെല്ലാം കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും ഷോക്കായിട്ട് നോക്കി നിൽക്കും. അത് കാണുമ്പോൾ അവൻ പറയുന്നുണ്ട്, കണ്ടോ, ഇത് ഇങ്ങനെ നശിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, നിൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കും. ഈ വീഡിയോസും ഫോട്ടോസും ഞാൻ മീഡിയയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ തരുന്ന പ്രഷർ കാരണം തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മേക്കപ്പ് ചെയ്തോളും എന്ന് പറയും. അതൊന്നും തന്നെ നടക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോൾ അവൻ ചോദിക്കും, ചേട്ടാ നീ എന്നെ മറന്നോ, നീ എന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എനിക്കിങ്ങോട്ട് അനിയനില്ലാന്ന്. അപ്പോൾ നമ്മുടെ അമ്മനാണെങ്കിലും, നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കൂലേ, ദേഷ്യപ്പെടാനെങ്കിലും നീ എൻ്റെ അടുത്ത് മിണ്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഹീറോ പറയും, എനിക്കിങ്ങനൊരു അനിയനില്ല, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിലും, ഇങ്ങനൊന്നും പറയല്ലേ, അത് അവനെ ഹേർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ തടയാൻ നോക്കുന്നുണ്ട്. ചേട്ടാ നീ എന്നെ കൊല്ലാനല്ലേ നോക്കുന്നതെന്ന് അവനാണെങ്കിൽ വിളിച്ചു ചോദിക്കും. അത് കേൾക്കുന്ന ഹീറോ ആണെങ്കിൽ, അതെ ഞാൻ നിന്നെ കൊല്ലാൻ തന്നെയാണ് നോക്കിയെന്ന് പറയും. ശരി, നീ ഇനി എന്നെ കൊല്ലണ്ട, ഞാൻ നിന്നെ കൊന്നാളാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ നിന്നൊരു കല്ലും എടുത്തിട്ട് അവരെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പേടിച്ച് കണ്ണടച്ച് നിൽക്കും. ഹീറോയും പേടിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഓടി വരുന്നവൻ അടുത്തെത്തിയിട്ട് കല്ലിനെ താഴെ ഇടുന്നുണ്ട്. എന്നിട്ട് അവർ കണ്ണുകൾ നോക്കുമ്പോൾ കാണുന്നത് അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കിതച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഹീറോ പറയും, അവൻ ആസ്മയുണ്ട്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവനവൻ്റെ തോളിലെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൻ്റെ കഴുത്തിലെ പാട് കണ്ടിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങുന്നുണ്ട്,
കുട്ടികളായിരുന്ന സമയത്ത് അമ്മയ്ക്ക് എപ്പോഴും അവൻ്റെ അടുത്തായിരുന്നു കൂടുതൽ ഇഷ്ടം. അവനാണ് ഏറ്റവും കൂടുതൽ സമയവും അമ്മ കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു. എങ്കിലും അനിയനുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് അമ്മ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടാണ് നിന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡ്രോയിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മൻ വന്നിട്ട് കളിക്കാൻ വിളിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ ഡ്രോയിങ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. എനിക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുള്ളതുകൊണ്ട്. പക്ഷെ അമ്മനാണെങ്കിൽ ആ ഒരു ഡ്രോയിങ്ങിനെ കീറിക്കളഞ്ഞു. അത് ദേഷ്യം വന്ന ഞാനാണെങ്കിൽ അവിടെ ഇരുന്ന് അവനെ പിടിച്ച് തള്ളിയപ്പോൾ അവിടെ ഇരുന്ന് ഒരു ഫ്ലവർ വേസിന് താഴെ വന്ന് വീണു. അതിൻ്റെ പുറത്തൂടെ അവനും വന്ന് വീണു. അവൻ്റെ കഴുത്ത് മുറിഞ്ഞ് ഒരുപാട് ചോര പോയി. ഇത് കണ്ടുകൊണ്ടാണ് അമ്മ വന്നത്. അമ്മയാണെങ്കിലും പേടിച്ച് അവനെ എടുത്തും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പക്ഷേ ഞാനിതൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് ആരും കണ്ടില്ല. അതിന് ശേഷമാണ് അമ്മയും പപ്പയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത്. അങ്ങനെ ഡൈവേഴ്സുമായി. ഇതിനെല്ലാം കാരണം സ്വന്തം അമ്മയും പപ്പയും പിരിയാനുള്ള കാരണം പോലും ഞാനാണ്. അന്ന് ഇവനുണ്ടായിരുന്നില്ലെങ്കിൽ, അവൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ഹീറോ എല്ലാ കുറ്റവും അവൻ്റെ തലയിലോട്ട് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് കേൾക്കുന്ന ഹീറോയിൻ പറയും, ഇതിൽ നിൻ്റെ തെറ്റൊന്നും തന്നെയില്ല, ഇതെല്ലാം നടക്കേണ്ട കാര്യങ്ങളാണ്, അതിൽ നീ ഓർത്ത് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല, നീ അതൊക്കെ മറന്നേക്ക്. നമുക്ക് നമ്മുടെ പഴയ കാര്യങ്ങളെ മാറ്റാൻ പറ്റത്തില്ല, നമ്മുടെ ഫ്യൂച്ചറിനെ നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നീ ഒന്നിനെ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയും. സമയം അവിടേക്ക് പ്രൊഫസർ വരുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാണ് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മുടെ ആമനാണെങ്കിലും കണ്ണുറക്കുന്നുണ്ട്. അവൻ കണ്ണുറന്നത് ഹീറോ ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. ആ സമയം പ്രൊഫസറിൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ ചേട്ടന് എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നല്ലേ തോന്നുന്നതെന്ന്. ആ പ്രൊഫസർ പറയും, നീ കണ്ടതല്ലേ നിന്നോടുള്ള അവൻ്റെ ആ ഒരു അടുപ്പം, അതുകൊണ്ട് നിന്നെ അവന് ഒരുപാട് ഇഷ്ടം തന്നെയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ അമ്മനാണെങ്കിൽ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പോയ ഹീറോയിനാണെങ്കിൽ അവിടെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഇവിടെ നമ്മുടെ അമ്മനാണെങ്കിൽ അവിടെ ഹീറോയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. സോറി ചേട്ടാ, നീ എന്നോട് മിണ്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും പറയും, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ഒരു കുറ്റബോധം കൊണ്ടാണ് ഞാൻ നിന്നെ നിന്ന് ഒഴിഞ്ഞു മാറിയെന്ന് പറയും. അതേക്ക് നമ്മുടെ അമ്മനാണെങ്കിലും ചേട്ടാ സോറി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട്. ആ സമയം അവിടേക്ക് പ്രൊഫസർ വന്നിട്ട് ഹീറോയിൻ ബോധം കെട്ട് വീണ കാര്യം നമ്മുടെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. അവനാണെങ്കിലും ഓടിപ്പോകുന്നുണ്ട് അവളെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ കണ്ണുറക്കുമ്പോൾ വീട്ടിലായിരിക്കും ഉണ്ടാവുക. ഞാനെങ്ങനെ എവിടെ എത്തിയ, നീയാണോ എന്നെ കൊണ്ടുവന്നതെന്ന് ഹീറോ എടുത്ത് ചോദിക്കാം. അപ്പോൾ ഹീറോ ആണെങ്കിലും, ഓ ഞാനൊന്നുമല്ല, പ്രൊഫസറെ കൊണ്ടുവന്ന, ഇവിടെ നിന്ന് ഞാൻ റൂം വരെ മാത്രമാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്, പിന്നെ നീ ഇത്തിരി വെയിറ്റ് കുറയ്ക്കണം, നീ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് വഴക്കിടാൻ നിൽക്കും. അപ്പോൾ ഹീറോ പറയും, നീ എന്താ കിളവിയായോ, നിനക്ക് എന്താ എപ്പോഴും ബോധം കെട്ട് വീഴുന്നത്, ഇതൊന്നും ശരിയല്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഹീറോയിൻ ആണെങ്കിലും അവിടെ നിന്ന് ഓരോന്ന് പറയുമ്പോൾ ഹീറോ അവളെ നെറ്റിയിൽ ഉമ്മയും കൊടുത്തിട്ട്, നീ ഇവിടെ കിടന്ന് റെസ്റ്റ് എടു, ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയും. ഹീറോ കിച്ചണിൽ പോയി കുറച്ചു നേരം കഴിയുമ്പോൾ ഹീറോയിനും പിറകെ പോയിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ ബലബലാന്ന് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഹീറോ ആണെങ്കിൽ അവളെ തൂക്കിയെടുത്തുകൊണ്ട് വീണ്ടും ബെഡിൽ കൊണ്ട് കിടത്തുന്നുണ്ട്. അടുത്ത ദിവസം അമ്മ സ്കൂളിൽ പോകുമ്പോൾ വീണ്ടും ആ പിള്ളേർ അവനായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. നിൻ്റെ ചേട്ടൻ്റെ പേരും പറഞ്ഞ്. ആ സമയം അവിടേക്ക് നമ്മുടെ ഹീറോ ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ആ പയ്യന്മാരാണെങ്കിലും ഇട്ടിട്ട് പോവാൻ നിൽക്കും. അവനാണെങ്കിലും ചേട്ടാന്ന് പറയും. ആ സമയം അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇവാനാണെങ്കിൽ നാളെ ബാസ്കറ്റ് ബോൾ മാച്ച് ഉണ്ടായിട്ട് ഇവരൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് മാനേജേഴ്സ് ആയിട്ടുള്ള ഹീറോയിൻ്റെ അടുത്തും അവളുടെ അടുത്തും ചോദിച്ചുകൊണ്ടിരിക്കും. ഈശ അങ്ങ് പറയുന്നുണ്ട്, എനിക്കറിയാം അവരെവിടെയാണ് പോയത്, അവർ സ്കൂളിലാണ് പോയിട്ടുള്ളതെന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞു കൊടുക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ ആ പയ്യന്മാരോട് നിങ്ങൾ എന്തിനാണ് നിർത്തിയത്, കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. ആ പയ്യന്മാരാണെങ്കിൽ നമ്മുടെ അമ്മനാണെങ്കിൽ എടുത്ത് ഭയങ്കരമായിട്ട് അടിക്കും. അവൻ വീഴുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ പോയി പിടിച്ചണിപ്പിച്ചിട്ട്, അനിയ എപ്പോഴും നിനക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടി വരാൻ പറ്റുമോ, നിൻ്റെ പ്രശ്നങ്ങളെല്ലാം നീ തന്നെ സോൾവ് ചെയ്യണ്ടേ, അതിനുള്ള പ്രായം നിനക്കായില്ലേ എന്ന് പറയും. എന്നിട്ട് അവനെ അങ്ങ് വിടുന്നുണ്ട്. ഇവിടെ നമ്മുടെ അവനാണെങ്കിൽ അവന്മാർക്കിട്ട് തൂക്കി പറക്കിയിട്ട് അടി കൊടുക്കും. ഒരു പോയിന്റ് എടുക്കുമ്പോൾ അവനാണെങ്കിൽ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അമ്മനാണെങ്കിലും പറയുന്നുണ്ട്, ഇപ്പോഴാണ് നീ എൻ്റെ സ്വന്തം അനിയനായെന്ന് പറഞ്ഞിട്ട്. അടുത്തിവിടെ ലീഷ അങ്ങ് ഓടി വന്നിട്ട് പറയാൻ, മാച്ചിന് സമയമായി, പെട്ടെന്ന് വന്ന് പ്രാക്ടീസ് ചെയ്യും പിള്ളേരെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിന്നാണെങ്കിൽ യുവാൻ്റെ കൂടെ ഒരു ഡേറ്റിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ യുവാനാണെങ്കിൽ ബാസ്കറ്റ് ബോൾ മാച്ച് കാരണം ആ ഒരു ഡേറ്റിൻ്റെ കാര്യം മറന്നുപോയി. അവൾക്കാണെങ്കിൽ അങ്ങനെ വിഷമായി അവളും ഷായും കൂടെ പോകാൻ നിൽക്കും. അപ്പോഴാണെങ്കിൽ അവളുടെ ആ ഒരു എക്സ് ലവറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അടുത്ത് വന്നിട്ട്, യുവാന് നിന്നോട് താല്പര്യമൊന്നുമില്ല, അവന് ബാസ്കറ്റ് ബോളാണ് താല്പര്യം, അതുകൊണ്ടാണ് നിന്നെ മറന്നു പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കും.
ഉണ്ടാക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ശരിക്കും അവന് എന്നോട് ഇഷ്ടമൊന്നുമില്ലേ, അവൻ എന്നെക്കാളും പ്രയോറിറ്റി ബാസ്കറ്റ് ബോളിനാണല്ലോ കൊടുക്കുന്നതെന്നുള്ള ചിന്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അവൾ ഇവാനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നോക്കുമ്പോൾ അവൾ കാണുന്നത് ഇവാനാണെങ്കിൽ ബാസ്കറ്റ് ബോൾ മാച്ചിന് വേണ്ടി പ്രിപ്പയർ ആവുന്നതാണ്. അപ്പോൾ അവൾ കൺഫേം തന്നെ ചെയ്യുന്നുണ്ട് അവന് അവളെക്കാളും പ്രയോറിറ്റി അവൻ്റെ ബാസ്കറ്റ് ബോളിനാണെന്നുള്ളത് കൊണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഇവിടെയാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസത്തെ മാച്ചിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ മാച്ചെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരം പോകാൻ സമയത്ത് ഹീറോയിൻ്റെ അടുത്ത് നമ്മുടെ അമ്മ വന്നിട്ട് സോറി ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിനാണെങ്കിൽ നിൻ്റെ ചേട്ടനെ കിട്ടാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്തത്, അതെനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് നീ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ ഹാപ്പി ആക്കുന്നുണ്ട്. ഇവരിങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഹീറോയും കാണുന്നുണ്ട്. ആ സമയത്താണ് അവനെ ബുള്ളി ചെയ്യുന്ന ആ 3 പയ്യന്മാർ രാവിലെ അവനെ അടിച്ചതിൻ്റെ പ്രതികാരം വീട്ടാൻ വേണ്ടി ബാറ്റൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ നൈസായിട്ട് അവന്മാർ 3 പേരെ ഒരു സബ്വേയിലോട്ട് കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് അവിടെ ഇട്ട് 3 പേർക്കും ഇട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ഹീറോയുടെ അടുത്തോട്ട് അവരുടെ കാറ് കൊണ്ടുവന്ന് ഇടിച്ച് ഹീറോ ആക്സിഡൻ്റ് ആക്കുന്നുണ്ട്. ഹീറോയിൻ്റെ വയറ്റിലാണെങ്കിൽ ഇടിയെല്ലാം കൊണ്ട് ഭയങ്കര ബ്ലീഡിങ് ആവും. അവനാണെങ്കിലും ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ അവന് മരുന്നൊക്കെ വെച്ച് കൊടുത്തിട്ട് പറയും എന്തായാലും ഇനി ഒരു 2 ആഴ്ചത്തേക്ക് അനങ്ങാൻ പാടില്ല, ഒരു വെയിറ്റും എടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ അവന് മാച്ചുള്ളതാണ് അടുത്ത ദിവസം. അവനാണെങ്കിൽ ഒന്നും പറയാതെ വീട്ടിൽ വന്നിട്ട് ആരോടും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നു പോലുമില്ല. അടുത്ത ദിവസം മാച്ചിനുള്ള ടൈമായി. എല്ലാവരും പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മാച്ചിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഹീറോ ആണെങ്കിൽ ആ ഒരു വേദന വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് തന്നെ. ഹീറോയുടെ പപ്പയാണെങ്കിൽ ഡ്രംസൊക്കെ കൊണ്ടുവന്ന് മോനെ എൻകറേജ് ചെയ്യാനെന്നുള്ള പേരിൽ വട്ടുത്തനം കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഹീറോയ്ക്ക് ഭയങ്കര നാണക്കേട് വരുന്നുണ്ട്. ഇവിടെ യുവാനാണെങ്കിൽ സിന്നിനെ വിളിച്ചിട്ടൊക്കെയാണ് ഇവളെ കാണാത്തതുകൊണ്ട്. അപ്പോൾ സിൻ പറയുന്നുണ്ട് ഞാൻ വന്നാലും ഇല്ലെങ്കിൽ നിനക്ക് എന്താ, നീ നിൻ്റെ മാച്ച് നന്നായിട്ട് കളിച്ചോന്ന്. അപ്പോൾ നമ്മുടെ യുവാൻ പറയും സിൻ നീ വരുന്നതല്ലേ എനിക്ക് സന്തോഷം, എൻ്റെ ഗേൾ ഫ്രണ്ട് വന്ന് എന്നെ എൻകറേജ് ചെയ്യുന്നതല്ലേ എനിക്ക് സന്തോഷമെന്ന്. അപ്പോൾ സിൻ പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ ബാസ്കറ്റ് ബോളല്ലേ എന്നെക്കാളും ഇഷ്ടം, അതുകൊണ്ടല്ലേ നീ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് സോറി നീ നല്ലതായിട്ട് കളിക്ക്, ഞാനില്ലെന്നുള്ളത് നീ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ വയ്ക്കുന്നുണ്ട്. നമ്മുടെ യുവാനാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല. അവ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അവിടേക്ക് ഷാ വന്നിട്ട് പറയും എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ സിന്നാണെങ്കിൽ ഒരു ഓൺലൈനിൽ കണ്ട ഒരു പയ്യനുമായിട്ട് ഡേറ്റിങ്ങിന് പോയിരിക്കുകയാണ് നമ്മുടെ യുവാൻ്റെ അടുത്തുള്ള ദേഷ്യത്തിന്. അത് കേൾക്കുന്ന യുവാനാണെങ്കിലും ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഷാ പറയുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതും കൂടെ കേൾക്കുമ്പോൾ നമ്മുടെ യുവാൻ്റെ ടെൻഷൻ കൂടെയാണ്. മാച്ചും തടങ്ങാറായി. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മുടെ ലീഷ മാച്ച് കാണാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിന്നും ആ പയ്യനും കൂടെ പോകുന്നത് കാണും. അപ്പം നമ്മുടെ ലീഷ വിചാരിക്കുന്നുണ്ട് സിന്നു നമ്മുടെ യുവാനെ പറ്റിക്കുകയാണോ എന്ന് കരുതിയിട്ട് അവൾ അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ പപ്പ വട്ടുതനം കാണിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് അവന് വന്നിട്ട് പപ്പ നിർത്ത്, നമ്മുടെ ചേട്ടൻ ഇത് എന്ത് നാണക്കേടായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. മോനെ നീ വന്നോടാന്ന് പറഞ്ഞുകൊണ്ട് അമ്മനെ ഇട്ടും കെട്ടിപ്പിടിച്ച് ഉമ്മയെല്ലാം കൊടുത്തോണ്ടിരിക്കും. ഇതെല്ലാം എല്ലാവരും കാണുന്നത് അമ്മന് ഭയങ്കര നാണക്കേടാവുന്നുണ്ട്. എങ്കിലും പപ്പ വിടുന്ന മട്ടൊന്നുമില്ല. ഇവിടെ യുവാനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. ബാസ്കറ്റ് ബോൾ മാച്ച് തുടങ്ങി. അപ്പം നമ്മുടെ യുവാൻ ഹീറോയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഗേൾ ഫ്രണ്ടിനെ തേടി ഞാൻ പോയിട്ട് വരുന്നു, നീ മാച്ച് ഒന്ന് ഹാൻഡിൽ ചെയ്തോളാൻ പറഞ്ഞിട്ട് യുവാനാണെങ്കിൽ അവളെ തേടി ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് ഓടുന്നുണ്ട്. ഇവിടെ മാച്ചാണെങ്കിലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഹീറോ ഇടയ്ക്കിടയ്ക്ക് വയലിൽ കൈവയ്ക്കുന്നുണ്ട്, അവന് വേദന കാരണം. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത തോന്നിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ എന്നാലും നന്നായി കളിക്കുന്നുണ്ട്. ഇവിടെ സിന്നിൻ്റെ അടുത്ത് ആ ഒരു പയ്യൻ എനിക്കൊരു മെയിൽ അയക്കേണ്ട അത്യാവശ്യമായിട്ടുണ്ട്, എൻ്റെ വീട് ഇവിടെ അടുത്താണ്, പോയി ഒരു മെയിൽ മാത്രം അയച്ചിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലോട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇതെല്ലാം നമ്മുടെ ലീഷാങ് കാണുന്നുണ്ട്. അവൾ അവനെ ഫോളോ ചെയ്ത് പിറകെ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാച്ചിലാണെങ്കിലും ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മാച്ചിൻ്റെ ബ്രേക്ക് വിടുന്ന സമയത്ത് ഹീറോ ഭയങ്കരമായിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നത് കാണുന്ന ഹീറോയിൻ നിനക്ക് എന്താ പറ്റി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഒന്നുമില്ല, നമ്മുടെ യുവാൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ മാച്ച് കുറച്ച് കഷ്ടമായിട്ടാണ് തോന്നിയതെന്ന്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും അത്രേ ഉള്ളൂ, അത് മാത്രമാണോ കാരണമെന്ന്. അപ്പോൾ ഹീറോ പറയും അതെ വേറെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ലീഷാങ്ങാണെങ്കിൽ അവർ പോയ ആ ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ യുവാൻ വരുന്നത് കാണും. അപ്പോൾ നമ്മുടെ യുവാനാണെങ്കിൽ അവളെ പറ്റി ചോദിക്കുമ്പോൾ അവളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വീടാണെന്ന്. യുവാനാണെങ്കിൽ അകത്ത് കയറി നോക്കുമ്പോൾ കാണുന്നത് സിന്നിനെ അവനാണെങ്കിൽ ഉപദ്രവിക്കാൻ നോക്കുന്നതാണ്. നമ്മുടെ യുവാനാണെങ്കിൽ അവനെ ഭയങ്കരമായിട്ട് എടുത്തിടിക്കും. എന്നിട്ട് സിന്നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ
വിചാരിച്ചില്ല. ഞാൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് ഭയങ്കര അഭിമാനമായിട്ടിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നീ അത് ചോയ്സായിട്ട് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവും. അപ്പോൾ നമ്മുടെ സിന്നാണയും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഈശാങ്ക് പറയും, നീ ഇവിടെ ഇരുന്ന് കരയാനാണോ പോണത്, അത് നമ്മുടെ പിള്ളേരുടെ മാച്ച് കാണാനാണോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഹീറോ ബോധം കെട്ട് വീഴുന്നുണ്ട്. ആ സമയമാണ് നമ്മുടെ ഇവാനും എത്തുന്നത്. അപ്പോഴാണ് എല്ലാവരും കാണുന്നത് ഹീറോയുടെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവാൻ വന്നിട്ട് പറയും, നീ റെസ്റ്റ് എടു, ഞാൻ ഇനി മാച്ച് നോക്കിക്കോളാം എന്ന് പറയും. ഹീറോയിനെ ആണെങ്കിൽ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അടുത്തിവിടെ മാച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെ മാച്ചിൽ യാങ് പിൻ ഒരു ഗോൾ ഇടാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ലീഷാങ് പറയും, യാങ് പിൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന്. അവനത് ഗോളായിട്ടിടും. പിന്നെ ലാസ്റ്റ് ആവാറായി, ഒരു ഗോളിൻ്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. നമ്മുടെ യുവാനാണെങ്കിൽ ഗോളിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിൻ പറയും, ബാസ്കറ്റ് ബോൾ കളിക്കുന്ന യുവാനെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്ന് പറയും. യുവാനാണെങ്കിൽ ബോളിടുന്നതും അത് ഗോളായിട്ട് തന്നെ വരുന്നുമുണ്ട്. അങ്ങനെ അവരുടെ ടീം ജയിക്കുകയാണ്. സിന്നിനാണെങ്കിൽ ഭയങ്കര ഗിൽറ്റ് കാരണം നമ്മൾ അവളുടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. നമ്മുടെ ഇവാനാണെങ്കിലും പിറകെ പോകുന്നുണ്ട്. എന്നിട്ട് സിന്നിനെ പിടിച്ചിരുത്തി ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പോൾ സിൻ പറയും, നീ നല്ലൊരു ബോയ് ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്ന്. അപ്പോൾ നമ്മുടെ യുവാനാണെങ്കിലും നീയാണ് എനിക്ക് പറ്റിയ എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അവർ കിസ് ചെയ്യാന്ന് പറഞ്ഞു പോകുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അവരെ ചുറ്റി നിൽപ്പുണ്ടായിരിക്കും. ഹീറോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹീറോയിനും അനിയനും വന്നിട്ടുണ്ടായിരിക്കും. അവരാണെങ്കിൽ ഗെയിമിൽ ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ ഭയങ്കരമായിട്ട് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുക. ഹീറോയ്ക്ക് സന്തോഷമുണ്ടെങ്കിൽ അവനത് പുറത്ത് എക്സ്പ്രസ് ചെയ്യാതെ അങ്ങനെ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗത്തോടെയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.